ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, പാറ്റകളുടെ സമരം ഇന്ന് ഒരു നിർണായക ദിവസമാണ്. ഇന്ന് നമ്മുടെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുകയാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് പാറ്റകൾ കുറച്ച് നാളായിട്ട് പറയുകയാണ്. 20-ാം തീയതി ജന്തർ മന്ദറിൽ നിന്നും പാർലമെന്റിലേക്ക് ഒരു സമരം ഞങ്ങൾ നടത്താൻ പോവുകയാണ്. ഒരു പ്രതിഷേധ മാർച്ചാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ആ പ്രതിഷേധ മാർച്ചിന് ആളുകൾ വരുന്നില്ല. അപ്പൊ ആൾക്കാരെ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണമല്ലോ. അതിൻ്റെ ഉള്ള ഒരു ടൂളായിട്ട് നമ്മൾ സോനം വാങ്ചുക്കിനെ യൂസ് ചെയ്തു. സോനം വാങ്ചുക്ക് അവസാനം ഡൽഹി നമ്മുടെ കേന്ദ്ര സർക്കാർ അയാൾ തന്നെ കൊണ്ട് ഹർജി കൊടുത്തിട്ട് അയാൾ തന്നെ കോടതി പറഞ്ഞു അയാൾ മരിക്കാൻ പോവുകയാണെന്ന് ടേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാളെ ഒരു വെള്ളത്തുണിയിൽ എല്ലാവരും കൂടെ പൊതിഞ്ഞെടുത്തുകൊണ്ട് നേരെ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടിട്ടു. അപ്പൊ അയാളുടെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോം വന്നിട്ട് പറഞ്ഞു ഗവൺമെന്റ് ആശുപത്രി അദ്ദേഹത്തിന് പറ്റില്ല, അദ്ദേഹത്തിന് മൂട്ടകടി കൊള്ളും, അതുകൊണ്ട് അദ്ദേഹത്തിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഡൽഹി ഹൈക്കോടതിക്ക് പറഞ്ഞു ഇവനൊക്കെ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ അഭിജിത്ത് ദീപ് കെ ജാടി കയറി നിരാഹാര സമരമായിരുന്നു. ഇന്ന് 20-ാം തീയതി ആണല്ലോ, 2 ദിവസം ഇരുന്നാൽ മതിയായിരിക്കും. പക്ഷെ വലിയ കരച്ചിലും ബഹളമൊക്കെയാണ്. കാരണം മിനിറ്റിന് പക്കോടെ തിന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സോനം വാങ്ചുക്കിന്റെ മുമ്പിൽ കിടന്നുകൊണ്ട് അത് കണ്ട് മനസ്സ് സഹിക്കാൻ വയ്യാതെ അയാൾ എഴുന്നേറ്റ് നിന്ന് ആ മൈക്ക് ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് മൈക്ക് മേടിച്ച് അയാൾ പറഞ്ഞു, അതായത് ഭഗത് സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ നിരാഹാര സമരം കിടക്കുമ്പോൾ ഭഗത് സിംഗിന്റെ കൂട്ടാളികൾ ചുറ്റുവിരുന്ന് ബിരിയാണി തിന്നിയല്ലായിരുന്നു എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വലിയ ഡയലോഗ് അടിച്ചു. എനിക്ക് മനസ്സിനൊരു പ്രയാസം മാത്രമേ ഉള്ളൂ, നീയൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് പ്രയാസം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇന്നതാ പ്രതിഷേധമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ ഓരോരോ ഇൻഫ്ലുവൻസർമാർ ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ പാർട്ടി പാർട്ടിയുടെ ഇതിന് വരുന്നുണ്ടോ, അതായത് ജന്തർ മന്ദറിലേക്ക് എത്തുന്നുണ്ടോ, പോകുന്നവർ കമന്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള അവരുടെ സ്റ്റോറികളും പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിടയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ്, ദേശീയ മാധ്യമങ്ങളടക്കം നടത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നില്ല, ഇവർക്ക് എവിടെ നിന്നാണ് ഈ സപ്പോർട്ട് വരുന്നത്? സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഇവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. ഞാനോ താങ്കളോ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റിന് റീച്ച് കിട്ടണം. ആ റീച്ച് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബേസിക്കലി നമ്മുടെ കയ്യിൽ പൈസ വേണം, നമുക്ക് റീച്ച് ഉണ്ടാക്കിയെടുക്കാം. അതിനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സോനം വാങ്ചുക്കിന്റെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടത്തുന്ന ടീം എന്ന് പറയുന്നത് മോങ്ക് ഇ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞൊരു ടീമാണ്. മോങ്ക് ഇ എന്റർടൈൻമെന്റ്സ്. പിന്നെ ഡിജി വിസിൽ എന്ന് പറഞ്ഞ വേറൊരു ടീമും ഇയാൾക്ക് വേണ്ടി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നടത്തുന്നുണ്ട്. ഇവരെ നമ്മൾ ഈ കാര്യങ്ങളെ ഇപ്പൊ ഞാനൊരു സമരം നടത്തുകയാണ്, അപ്പോൾ എന്റെ ഈ ഫുൾ കോൺട്രാക്ട് ഞാൻ ഇവരെ ഏൽപ്പിക്കുകയാണ്. അത് മൊത്തത്തിൽ ഇവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ വലിയ വലിയ ഇൻഫ്ലുവൻസർമാരെ സമീപിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം എന്ന് പറയും. അങ്ങനെ പല പല ഇൻഫ്ലുവൻസർമാർക്കും ഞങ്ങൾക്ക് ഒരു റീലിന് ഒരു പോസ്റ്റിന് ഒരു 50,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇൻസ്റ്റാഗ്രാം വഴി രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോയി സമീപിക്കുന്ന ആൾക്കാർ ഇവര് മെയിൽ അയക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തരാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കൊളാബറേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് മെയിൽ അയക്കും. ഈ മെയിൽ ചെല്ലുന്നത് ആർക്കാ? ഇപ്പൊ എനിക്കാണ് ആ മെയിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനിത് പരസ്യമാക്കില്ലേ. നീ എനിക്കാണ് ആ മെയിൽ അയക്കുന്നത്, ഞാനിത് എതിർക്കുന്നതാണ്. അതുപോലെ എന്താ പറയാ, ഈ BJP അനുകൂലമായിട്ട് കണ്ടന്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് മെയിൽ അയച്ചു അവന്മാര്. അപ്പൊ അവന്മാരെന്ത് ചെയ്തു? ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. സോഷ്യൽ മീഡിയ ഇപ്പൊ ഇപ്പുറത്തെ അവന്മാരെ കള്ളി വിളിച്ചത്തായപ്പോ അവന്മാര് പറയുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അവന്മാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ കാര്യം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഇതുണ്ടല്ലോ, കേരളത്തിലെ ഇൻഫ്ലുവൻസർമാരൊക്കെ ഈ ഇലക്ഷൻ ആകുമ്പോൾ അവർ വലിയ രീതിയിലുള്ള വായ്ത്താളം ഓടിക്കും. അവർ പറയും BJPയുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിനായിട്ട് ഒരു കമ്പനി ഞങ്ങളെ സമീപിച്ചിരുന്നു, ഞാനത് വേണ്ടാന്ന് പറഞ്ഞു, 10-20 ലക്ഷമാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ സോനം വാങ്ചുക്കിന്റെ ഈ മൊത്തത്തിലുള്ള സാധനം നടത്തുന്നത്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഇന്നലെ വളരെ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന പല ഇൻസ്റ്റാഗ്രാം പേജസ് പോലും പാർട്ടി പാർട്ടിക്ക് നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. രാവിലെ ആയപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമായി, എല്ലാത്തിനെയും അടിച്ചു ഓട്ടിച്ചു. അവിടെ പോലീസ് ഇറങ്ങി, ലാത്തി കണ്ടപ്പോൾ തന്നെ യവന്മാരൊക്കെ ഇറങ്ങി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇപ്പോഴും തമ്പനയിലിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് വീര്യം ചോരാതെ പാറ്റകൾ എന്നാണ് അവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോഴും നരേന്ദ്രമോദിക്ക് പാറ്റകളെ പേടിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
കാര്യങ്ങൾ വീണ്ടും എഴുതുന്നുണ്ട്. പാർട്ടിയുടെ പ്രതിഷേധം അങ്ങനെ ചീറ്റിപ്പോയ ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തായിരിക്കും ഉമ്മമാരുടെ ഒരു, കാരണം അഭിജിത്ത് ദീപ്തിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം. അതിന്റെ ഇടയിൽ പുള്ളി ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കാം, നമുക്കറിയില്ല. അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിന്റെ ഇടയിൽ നല്ലൊരു രസകരമായിട്ടുള്ള ഒരു വിഷ്വൽ പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ 2 പിള്ളേരെ കൂടെ ഇന്ന് ഏതോ ദ്വീപിലിരുന്ന് കളിക്കുന്ന വിഷ്വലാണ് പുറത്തു വന്നിട്ടുള്ളത്. 2 പിള്ളേരെ കൂടെ അതിന്റെ കയ്യിലൊക്കെ പിള്ളേർ തൂങ്ങുന്നു. കോൺസ്പിറസി തിയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ആരാണ് ഈ കുട്ടികൾ, എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെയാണ്. ഞാനത് ആലോചിച്ചു, ഞാൻ മനസ്സുകൊണ്ട് ഞാനൊരു നിമിഷം വിങ്ങിപ്പോയി. കാരണം ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ, പറ്റിയ ഏതെങ്കിലും നല്ലൊരു മനുഷ്യൻ ആ പൊസിഷനിലേക്ക് വരുമല്ലോ എന്ന് ഞാൻ. പക്ഷെ ഇല്ല, പുള്ളി സേഫാണ്. എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ തുടങ്ങി. ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. അപ്പൊ അദ്ദേഹം അതിനകത്ത് രാഹുൽ ഗാന്ധി ഇന്ന് ട്രോളിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഉപഗ്രഹം വിട്ടിരുന്നു, വിക്രം 1 എന്ന് പറയുന്നത്. ആ ഉപഗ്രഹം വിട്ടത് സ്റ്റാർട്ടപ്പിലുള്ള യുവാക്കളാണ് അത് വിട്ടത്. ആ റോക്കറ്റ് വിട്ട ഉപഗ്രഹം വിക്ഷേപിച്ചത് 28 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണ്. നമ്മുടെ ജെൻസി 28 വയസ്സ്. ഞാൻ പറയുന്നത് 56 വയസ്സുള്ള യുവാക്കളെ കുറിച്ചല്ല, 28 വയസ്സുള്ള കുട്ടികളെ കുറിച്ചാണ് എന്ന് അദ്ദേഹം ഇത് പറയുകയും, ശരിക്കും നമുക്ക് അറിയാം 56 വയസ്സുള്ള യുവാവ് ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ട്രോളിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹം പാർലമെന്റ് സമ്മേളനം തന്നെ തുടങ്ങുന്നത്. ഇനി പാറ്റകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ലൈവ് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഈ ഓരോരുത്തരുടെ പോസ്റ്റ് വരുമ്പോൾ അതിനകത്ത് ഭയങ്കര ലൈക്ക് കാണുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് അതിന് പൈസ കൊടുത്തിട്ടാണ് ആ ലൈക്ക് ഉണ്ടാക്കുന്നതും ഒപ്പം തന്നെ കമന്റുകൾ ഉണ്ടാക്കുന്നത്. ബോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് തുച്ഛമായ ഒരു പൈസ കൊടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ട കമന്റുകൾ കൊടുക്കാൻ പറ്റും. അല്ല, അത് നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള ഒരു ഫൈറ്റ് വന്നല്ലോ ഈ ഇടയ്ക്ക്. ആ സമയത്ത് ബാർക്ക് റേറ്റിംഗിൽ തിരിമറി കാണിക്കുന്നു എന്ന് പറഞ്ഞ് 24 ന്യൂസ് ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. ആ ക്യാമ്പയിനിൽ ഈ ന്യൂസ് ചാനലുകൾ എങ്ങനെയാണ് യൂട്യൂബ് വ്യൂസ് കൂട്ടുന്നത്, ഈ ലൈവ് വ്യൂസ് ഈ ഇലക്ഷൻ സമയത്തൊക്കെ വരുമ്പോൾ രാവിലെ 7 മണി 6 മണി 5 മണിക്ക് നോക്കുമ്പോഴേ റിപ്പോർട്ടർ ചാനലിന് 5 ലക്ഷം 6 ലക്ഷം വ്യൂസ് ഒക്കെ കാണും. 24 ന്യൂസ് കൃത്യമായിട്ട് ഈ എങ്ങനെയാണ് വ്യൂസ് കൂട്ടുന്നതെന്ന് പറഞ്ഞ് അവര് ഒരു ക്യാമ്പയിൻ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതായത് ഒരു 1000 ഫോണ് കാണും, 1000 ഫോണിന്റെ എല്ലാം കൂടെ 1 ലക്ഷം അക്കൗണ്ട് കാണും. ഈ ഫോൺ ഓണാക്കി അക്കൗണ്ട് ഓണാക്കിയിട്ട് ഇതിനകത്തൊരു USB-യും കൊടുത്തിട്ട് ഇതൊരു വേറൊരു ടെക്നോളജിയാണ്, അങ്ങനെയാണെന്ന് അവർ കാണിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ ആരും വരേണ്ട ആവശ്യമില്ല. അല്ല, നമ്മുടെ കൊച്ചിയില് ബോട്ടിന് പൈസ മേടിച്ച് നമുക്ക് ലൈക്കും ഷെയറും കൂട്ടുന്നവരുണ്ട്. ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇൻസ്റ്റയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവരുടെ നമ്പർ കിട്ടും. തുച്ഛമായ തുകയേ ഉള്ളൂ. എത്ര ലൈക്ക് വേണം, എത്ര കമന്റ് വേണം എന്നവർ ചോദിക്കും. അതിനനുസരിച്ചുള്ള തുക അടയ്ക്കും. ആ കമന്റ് ഏത് ടൈപ്പ് വേണമെന്നും കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്നെ പുകഴ്ത്തുന്ന കമന്റുകളൊക്കെ വരിക, മിടുക്ക, പിന്നെ നേതാവേ, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സൂപ്പർ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ പറയും. അപ്പൊ അവർ പല രീതിയിലുണ്ട്. ബോട്ടിന് കൊടുക്കും, ബോട്ട് അത് ഇടും. ഇപ്പൊ പുതിയ നമ്മുടെ നാട്ടില് ഇപ്പൊ BJP-ക്കാരുടെ നേതാക്കന്മാർ കുറെ സാധനം ഈ മോശം കമന്റുകൾ ഡിലീറ്റ് ചെയ്യാൻ ഒരു വകുപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോശം കമന്റ് ഒരു ഡിലീറ്റ് ചെയ്ത് കളയും. പകരം നല്ല കമന്റുകൾ മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഇവരൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ഒരു 1000 കമന്റുകൾ വരുമായിരുന്നു. അതിനകത്തെല്ലാം ഏറെക്കുറെ നല്ല കമന്റുകളായിരുന്നു. 1000 കമന്റുകൾ കണ്ടവർക്കൊക്കെ ഇപ്പൊ 300 കമന്റുകളേ ഉള്ളൂ. കാരണം എന്താണ്, ബാക്കി വരുന്ന കമന്റുകളെല്ലാം വിമർശനങ്ങളാണ്. അപ്പൊ അത് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കുറഞ്ഞാലും കമന്റ് കുറഞ്ഞാലും ഒരിക്കലും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പൈസ മുടക്കിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓർഗാനിക് ആണ്, ജെനുവിനുള്ള ലൈക്കും കമന്റും ഒക്കെയാണ്. അത് മതി നമുക്ക്. 10 പേരെ ഉള്ളെങ്കിൽ 10 പേര് മതി. 100 പേരെ പൈസ കൊടുത്ത് കയറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് വോട്ട് എണ്ണുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴോ അറിയാം. കാരണം 1.5 ലക്ഷം ലൈക്ക് കിട്ടുന്നവന് വോട്ട് എണ്ണുമ്പോൾ ഒരു 10,000 വോട്ടെങ്കിലും കിട്ടണ്ടേ? അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് തന്നെയാണ് വോട്ടിന്റെ കാര്യം പറഞ്ഞത്. ഇനി വ്യക്തിപരമായി പറഞ്ഞാൽ നമ്മൾ ഈ 1.5 ലക്ഷം ലൈക്ക് കിട്ടുന്നിടത്തും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ 2 പേരെങ്കിലും അവനെ തിരിച്ചറിയണ്ടേ? അതില്ലല്ലോ. അത് നമ്മുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ തന്നെയാണ് നമുക്ക് ഇതൊക്കെ തരുന്നത്. ഇല്ല, നമ്മൾ അറിയാവുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഈ ഡൽഹിയില് ഇപ്പൊ തുടങ്ങിയതല്ല, നേരത്തെ മുതൽ തന്നെ ഈ പാർലമെന്റ് സെഷൻസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 144 അത് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓൾറെഡി ഉള്ളതാണത്. അതായത് പുതിയത് ഈ പാർട്ടികൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന കാര്യമല്ല. ഇത് ഏത് പാർലമെന്റ് സെഷനും വന്നു. കാരണം പാർലമെന്റിൽ പണ്ടൊരു ആക്രമണമൊക്കെ നടന്നതിന് ശേഷം ഇത്തരത്തിൽ അവിടെ ഒരു കാരണം ഗതാഗത ക്രമീകരണം ഉണ്ടായിരുന്നു. കാരണം ഈ പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ ദില്ലിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫോഴ്സ് അവിടെ എത്തും. അതുപോലെ തന്നെ വാഹനങ്ങൾ പരിശോധന ഉണ്ടാകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനിടയിൽ ഒരു റാലിയോ ഒരു പ്രകടനമോ ഘോഷയാത്രയോ വന്നാൽ പോലും അത് ഈ ക്രമസമാധാന പ്രശ്നത്തിനെ തകിടം മറിക്കും. അവരുടെ ഒരു സിസ്റ്റത്തെ തകിടം മറിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ദില്ലിയിൽ ഇത് 144 ഉള്ളത്. അല്ല പുതിയതായി ഇപ്പൊ പലരും വാർത്തകൾ നൽകുന്നത് പുതിയതായിട്ട് 144 പ്രഖ്യാപിച്ച പോലെ അല്ല. എല്ലാ പാർലമെന്റ് സെഷനും
ദിവസങ്ങൾക്ക് മുമ്പേ ഡൽഹിയിൽ 144 144 ഈ കൂട്ടം കൂടുക, പ്രകടനം നടത്തുക, ഘോഷയാത്ര നടത്തുക, അത് അനുവദിക്കുന്നതല്ല എന്നുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നിരിക്കുന്നത്. ദില്ലി പോലീസ് ഇന്നലെയും അറിയിച്ചു, കാരണം നിങ്ങൾ ഇത് പ്രശ്നം, എന്നിട്ട് പോലും ഇവർക്ക് മാർച്ച് ചെയ്യാൻ ഒരു പെർമിഷൻ ആ പോലീസ് കൊടുത്തു. പോലീസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അഭ്യാസം ആരംഭിക്കുന്നത്. മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടാൽ തോന്നും, അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈ വിദ്യാർത്ഥികളെ ലാത്തിക്ക് തല്ലിയെന്ന്. ഈ ലാത്തി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇവിടെ. ഈ കേരളത്തിലെ 1 മുതൽ 2ാമത്തിന് പോലീസ് കയ്യിലെടുക്കുന്ന സാധനം ലാത്തിയ. അറഞ്ചാൻ പുറഞ്ചാണ് ഇവിടെ അടികൊണ്ട് പാളുന്നത്. ഇവിടെ പാർട്ടിക്കാരും വിദ്യാർത്ഥികളും SFIക്കാരൊക്കെ അടികൊണ്ട് ഒരു 2-3 ആഴ്ചക്ക് മുമ്പല്ലേ തിരുവനന്തപുരത്ത് SFIക്കാരെ അടിച്ചിട്ട് നാശമായി കളഞ്ഞത്. അപ്പം അടി കിട്ടുക എന്നൊക്കെ ഉള്ളത് ഈ പ്രതിഷേധത്തിന് പോകുന്നവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ്. അതായത് പ്രതിഷേധത്തിന് പോകുന്നവർ അതും കൂടെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ പോകുന്നത്. അല്ലാതെ കേരളത്തിൽ എന്താണ് ലഡുവും മാലയിട്ട് കൊടുക്കുകയാണ് ഈ പ്രതിഷേധത്തിന് വരുന്നത്? അല്ല, അവരെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബാരിക്കേഡ് മറികടക്കുക, അല്ലെങ്കിൽ പോലീസിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് തള്ളിക്കയറാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടും. ഇതെന്തിനാണ് തല്ല് കിട്ടിയത്? പോലീസ് അവിടെ ഇവരെ മാർച്ചിന് സമ്മതിച്ചു എങ്കിൽ തന്നെയും അവിടെ ഒരു ബാരിക്കേഡ് വെക്കുന്നു. അപ്രതീക്ഷിതമായി ആ ബാരിക്കേഡിന്റെ അടുത്തേക്ക് കുറെ യുവാക്കൾ ഓടി വരുന്നു. അവരതിനെ മറികടക്കാൻ ചാടി കടക്കാൻ ശ്രമിക്കുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. സ്വാഭാവികം പോലീസ് അവിടെ തടയുന്നു, ഉന്തും തള്ളുവാകുന്നു. ഉന്തും തള്ളുവായപ്പോൾ പിന്നെ പോലീസ് പിന്നെ എന്താണ് സാധാരണഗതി ചെയ്യുന്നത്? ലാത്തി വീശി ഓടിച്ചു. പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജന്തർ മന്ദർ ഒഴിയേണ്ടി വരും, ഒഴിയഞ്ഞേ പറ്റൂ, കാരണം 144 ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നാണ്. ഈ ഒരു സംഘർഷത്തിന്റെ ഒരു പിക്ചറോട് ഇന്ന് രാവിലെ അവിടെ നിന്ന് റിപ്പോർട്ട്, നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഒരു ലോറി കല്ല് അവിടെ വന്നിട്ടുണ്ട് ധനുഷ്. ആ ലോറിയുടെ ചിത്രങ്ങൾ നാഷണൽ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ ഒരു ലോറി കല്ല് വന്ന് കിടക്കുന്നത്. ദീപ് കെ പറയുന്നത് ആ കല്ല് പോലീസ് ഞങ്ങളെ എറിയാൻ കൊണ്ടുവന്നതാണെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണ് മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പോലീസുകാരുടെ കയ്യിൽ ലാത്തിയല്ല ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ കണ്ണീർ വാതകം ഇരിപ്പില്ല, ഇല്ലെങ്കിൽ അവർക്ക് ജലബീരങ്കി ഇരിപ്പില്ല, ഇനി ഇതൊന്നും നടന്നില്ല, തോക്കിരിപ്പില്ലേ. അവർക്ക് ഒരു ലോറി ചെറിയ കല്ലും പെറുക്കിക്കൊണ്ട് സമരപ്പന്തലിനടുത്ത് വരണം. അത്രയും ബുദ്ധിമോശമൊക്കെ ഒരു പോലീസുകാരൻ ചെയ്യുമോ? കല്ലും പെറുക്കിക്കൊണ്ട് ഒരു ലോറിക്കകത്തോണ്ട് അടിക്കുക. അത് വരുന്നവർക്ക് അറിയാൻ വേണ്ടി. ഞാൻ കുറച്ചു ദിവസം മുമ്പ് ഇതേ വിഷയം എടുത്തപ്പോൾ ഞാൻ ധനേഷിനോട് ഒരു കാര്യം പറഞ്ഞു. ഇവന്മാരുടെ പാർലമെന്റ് മാർച്ചിന് ആള് കൂടും. അതിന്റെ കാരണം പാർലമെന്റ് നടക്കുമ്പോഴേക്കും പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ യുവജന സംഘടനകളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിയുടെ പരിപാടിക്ക് പോയി പങ്കെടുക്കാനായിട്ട്. അങ്ങനെയാണ് പാർട്ടിയുടെ ആൾ കൂടുന്നത് അന്നേ നമ്മൾ പറഞ്ഞിരുന്നു. അല്ല, പാർട്ടികൾക്ക് വന്ന ആളല്ല. ഇതിനകത്ത് പങ്കെടുത്തവരാരൊക്കെയാണ്? അവിടെ ഉയർന്ന കൊടികൾ ഏതൊക്കെയാണ്? ചെങ്കൊടിയാണ് അവിടെ ഉയർന്നു നിൽക്കുന്നത്. ഭഗത് സിംഗിന്റെ പടമൊക്കെ ഉള്ള ചെങ്കൊടികൾ ഉയർന്നു നിൽക്കുകയാണ്. നക്സൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ, സുഡുക്കളുടെ ST പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടന, ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന, അങ്ങനെ എല്ലാ പാർട്ടിയുടെയും വിദ്യാർത്ഥി സംഘടനകളെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ്. കാരണം ഇത് അമേരിക്ക ഫണ്ടുകൾ ചെയ്ത് നടത്തുന്ന ഒരു പരിപാടി. അതുകൊണ്ട് പൈസയ്ക്ക് യാതൊരു പഞ്ഞവും ഇല്ല. നല്ല രീതിയിൽ ഫണ്ട് കൊടുത്ത് ഇവരെ എത്തിക്കുകയാണ് ഇവിടെ. ഈ വിദ്യാർത്ഥികളൊക്കെ ഇന്നലെ എവിടെയായിരുന്നു? മിനിഞ്ഞാന്ന് എവിടെയായിരുന്നു? ഈ സമരം തുടങ്ങിയിട്ട് ഇന്നലെയല്ലല്ലോ. ഈ വാങ്ചുക്ക് എന്ന് പറയുന്ന വ്യക്തി നിരാഹാരം കിടന്നിട്ട് 21 ദിവസം നമ്മൾ അതിന്റെ വിഷ്വൽസ് കണ്ടതാണ്. ആ ജന്തർ മന്ദിറിലെ അവിടെ ഇവിടെയും കുറെ പേര് തൂങ്ങിയിരിക്കുന്നതും കുറച്ചു പേര് കിടന്ന് ഉറങ്ങുന്നതും കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എവിടെ ഈ ആയിരങ്ങൾ എന്തേ വരാഞ്ഞത്? അപ്പൊ ഈ പാർലമെന്റ് സെഷന് വേണ്ടിയിട്ട് ഇവരെ ഇവിടെ എത്തിക്കുകയായിരുന്നു. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പൊ ജന്തർ മന്ദർ ഒഴിയാൻ പറയുമ്പോൾ ഇതിനകത്ത് പകുതി എണ്ണം പൊക്കോളും. കാരണം ഇതിനകത്ത് പകുതി എണ്ണം ക്രിമിനൽസ് ആണ്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിന് അകത്ത് ദില്ലിയിൽ JNUവിലെയും ഇല്ലെങ്കിൽ മറ്റ് ജാമിയ മിലയിലെയും ഒന്നും കുട്ടികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മുടെ തലസ്ഥാനം കാണാറില്ല. അപ്പൊ ആ കുട്ടികളൊക്കെ ചൊറിയും പിടിച്ച് അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുകയാണ്. 3 വർഷമായിട്ട് ഒരു പണിയില്ല. അങ്ങനെയാണ് പാർട്ടികൾ വരുന്നു, പാർട്ടികൾക്കൊപ്പം ഇറങ്ങുന്നു, ഒരു എന്റർടൈൻമെന്റ് അത്രയും അതിനകത്ത് കരുതിയാൽ മതി. അപ്പം ഈ ഒരു ഇത് അത് അവർക്ക്. പിന്നെ ഇനി വേറൊരു കാര്യമുണ്ട്. അതായത് സത്യത്തിൽ ഞാനും ഒരുപാട് നാളായി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ഉന്തും തള്ളോ ലാത്തിച്ചാർജോ ഒക്കെ കണ്ടിട്ട്. സത്യത്തിൽ എല്ലാവരും കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 1.5 വർഷത്തിനിടയ്ക്ക് ദില്ലിയില് ഒരു നല്ല സമരം നടന്നിട്ടില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കുമല്ലോ ഒരു ലാത്തിച്ചാർജൊക്കെ നടന്നിരുന്നെങ്കിൽ നമുക്ക് വാർത്തയും ആകുമായിരുന്നു എന്ന്. ബോറടിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്നത്തെ. പക്ഷെ നല്ല ലാത്തിച്ചാർജും അല്ലത്, ലാത്തി വീശുകയാണ് പോലീസുകാർ ചെയ്തത്. അത്തരത്തിൽ ഓടിച്ചു. ഇനി എന്റെ ഒരു കണക്കൂട്ടൽ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഓരോ മണിക്കൂർ ഇടവിട്ട് പക്കോട കഴിക്കുന്ന ഈ അഭിജിത് ദീപ് കെ എന്ന് പറയുന്ന മഹാന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ പുള്ളി തന്നെ അക്രമത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ടാകും. ഇത് പണ്ടാരം എങ്ങനെങ്കിലും തീരട്ടെ, പോലീസ് പിടിച്ചോണ്ട് പോയി അറസ്റ്റ് ചെയ്തത് അവിടെ തീർന്നില്ല, പിന്നെ ഭക്ഷണം കിട്ടുമല്ലോ. ഇതാണ് അതിന്റെ പ്ലാൻ എന്ന് തോന്നുന്നു. അവർ പറയുന്ന ഡിമാൻഡുകളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവരുടെ സമരപ്പന്തലിലേക്ക് ഇല്ലെങ്കിൽ അവരെ പാർലമെന്റിലേക്ക് വിളിച്ച് ചർച്ച നടത്തണം. ധർമ്മേന്ദ്ര പ്രധാൻ വരാൻ പറ്റില്ലെങ്കിൽ MP-മാരെ വിട്ടാലും മതി. പ്രധാനമന്ത്രി മോദി രാജിവെക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഫൂളിഷ് ആയിട്ടുള്ള ആവശ്യമാണ്. കാരണം ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ നരേന്ദ്രമോദിയെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തിക്കൊണ്ട് ട്രംപിനെ സംബന്ധിച്ച് വ്യാപാര കരാർ ഒപ്പുവെക്കണം നടന്നത്. അതിനു വേണ്ടിയിട്ട് വലിയ ഫണ്ടിങ് നടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ആൾക്കൂട്ട പാർട്ടിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം?
വലിയ രീതിയിൽ തന്നെ പണം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളിൽ ഉള്ളതെല്ലാം തൊഴിലാളികളാണ്, പോസ്റ്റിംഗ് തൊഴിലാളികൾ. അവർ പൈസ കിട്ടാതെ ചെയ്യില്ല സോഷ്യൽ മീഡിയയിൽ, കാരണം അത് അവരുടെ ജോലിയാണ്. PR വർക്ക് ഒരു സ്ഥാപനത്തിന്റെ ജോലിയാണ്. അവർ പൈസ കിട്ടാതെ ആരെങ്കിലും PR വർക്ക് ചെയ്യുമോ? നമ്മൾ ചെയ്യുമോ? ആരും ചെയ്യില്ല. പൈസ കിട്ടിയാൽ ചെയ്യും. ഇല്ല നമുക്ക് ചെയ്യാണ്ട് ഇവരാരും ദൈവങ്ങളൊന്നുമല്ലല്ലോ. നമുക്ക് പണം കിട്ടിയാൽ ചെയ്യും. ഇല്ല, നമ്മൾ ചെയ്യില്ല. അപ്പം ഈ ചെയ്യുന്ന ഇവർക്കൊക്കെ എവിടുന്ന പൈസ വരുന്നത്? ഇവിടെ സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ നമുക്ക് പറയാം അവർ ഇത്ര രൂപ PR നീക്കി വെക്കാറുണ്ട്, സിസ്റ്റം ഉണ്ട് അവർക്ക്. ഈ ഒരു ആൾക്കൂട്ടത്തിന് എങ്ങനെയാണ് ഇത്രയും പണം സംഘടിപ്പിക്കാൻ കഴിയുന്നത്? ഇത്രയും ദിവസം ഇവർക്ക് ഇങ്ങനെ കിടക്കാനും, പട്ടിണിയൊന്നും അവിടെ കിടക്കുന്നില്ലല്ലോ. ഇവർക്ക് കിടക്കുന്നത് വെറുതെ കിടന്നാൽ പോരാ ധനുഷ്, അവിടെ കിടക്കുന്നവർക്ക് മലമൂത്ര വിസർജനം ചെയ്യണ്ടേ? അതിനപ്പോൾ അവർക്കൊരു സംവിധാനം അതിനുവേണ്ടി ഒരുക്കണ്ടേ? അതിന് പണം വേണ്ടേ? അതുപോലെ തന്നെ ഇവർക്ക് വെള്ളവും ഭക്ഷണങ്ങളും എത്തിക്കാൻ പണം വേണ്ടേ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് എവിടുന്ന് വരുന്നു? ഈ മാസമായിട്ടുള്ള ഇവരുടെ ഈ പറയുന്ന പരസ്യത്തിന് എവിടുന്ന് അവർക്ക് പൈസ വരും സോഷ്യൽ മീഡിയ അടക്കം നടത്താനായിട്ട്? അത് മാത്രമല്ല, ഈ ഫണ്ട് വരുന്ന പ്രകാശ് രാജിനെ കണക്കുള്ള നടന്മാര്, ഇല്ലെങ്കിൽ അത്തരത്തിൽ ഈ രാജ്യത്ത് എവിടെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടായാലും ആദ്യം എത്തുന്നത്, അതിന് നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറയുന്നത് പ്രമുഖ ചലച്ചിത്ര താരം എന്നാണ് പറയുന്നത്, പ്രമുഖ നടൻ എന്നാണ് പറയുന്നത്. എവിടുത്തെ പ്രമുഖനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ സ്ഥിരം കുറെ പാറ്റേണുകളുണ്ടല്ലോ, സ്ഥിരം ഈ എന്താണ് ആന്തോളൻ ജീവികളുണ്ട്, സ്ഥിരമായി സമരത്തിൽ പങ്കെടുക്കുന്ന, അവരുടെ തൊഴിൽ അതാണ്. അവർക്കൊരു പൈസ കിട്ടും, അവർ വരും, വന്നിട്ട് KJ വിളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ പറയുകയോ ചെയ്യും. അവർ ചില സമയത്ത് ആക്ടിവിസ്റ്റുകളാകും, ചില സമയത്ത് അവർ ഇസ്ലാമിസ്റ്റുകളാകും, ചില സമയത്ത് അവർ ക്രിസ്ത്യാനികളാകും. പല വേഷമാണ്. അത് കർഷക സമരത്തിൻ്റെ വരും. ഇവർ കർഷക സമരം വരുമ്പോൾ ഇവരുടെ വേഷമൊക്കെ മാറും, വേഷം മാറിയിട്ടാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്കോ ധനുഷിനോ ഡൽഹി ജന്തർ മന്ദിറിൽ ഒരു സമരം നടത്തണമെങ്കിൽ കയ്യിൽ അല്പം പൈസ മാത്രം മതി, ആളൊന്നും വേണ്ട. അവിടെ ചെന്ന് ഇത്തരം ഏജൻസികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏജൻസി ആളെ വിട്ട് വരും. 10 സിക്കുകാർ തലപ്പാവൊക്കെ കെട്ടി ആൾ വരും. സിക്കുകാരാകണമെന്നില്ല, വരും. ഇവരൊക്കെ വരും. വന്ന് നമ്മൾ കുറെ മീഡിയാസിനെയും കൂടെ വിളിച്ചു കൂട്ടി കഴിഞ്ഞാൽ മീഡിയാസിനെടുത്ത് പോകുമ്പോൾ ഇത് ആർക്കും നടത്താവുന്ന ഒരു സാധനമുണ്ട്. അങ്ങനല്ലേ ഇവിടുത്തെ പലരും ജന്തർ മന്ദിറിലൊക്കെ പോയിട്ട് വലിയ അഭ്യാസം കാണിക്കാൻ ഇവിടുത്തെ ചില സംഘടനകളൊക്കെ പോകത്തില്ലേ? ആളെ കിട്ടും. നമ്മൾ വണ്ടിക്കാശ് പോലും മുടക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് ആരും കൊണ്ടുപോകേണ്ട റിസ്ക്കും നമുക്കില്ല. അവർ വരുന്നു, ഒരു ദിവസത്തെ പരിപാടി കഴിഞ്ഞ് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ കഥ വേറെയാണ്. കാരണം അവർക്ക് പ്രവർത്തകരുണ്ട്, ഓൾറെഡി സിസ്റ്റം ഉണ്ട് അവർക്ക് ഇപ്പൊ ദില്ലിയിൽ നിന്ന് ഏതെങ്കിലും ദില്ലി യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിറ്റിൽ നിന്ന് അവർക്ക് വിളിച്ചാൽ മതി. ഇത് ട്രെയിനിലുമൊക്കെയാണ് ബീഹാറിൽ നിന്നൊക്കെ ആള് വന്നിരിക്കുന്നത്. ലല്ലു പ്രസാദിന്റെ പാർട്ടിയും അഖിലേഷ് യാദവിന്റെ പാർട്ടിയും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഏതായാലും പാർട്ടിയുടെ പെറ്റ് കിടക്കുകയായിരുന്നു പ്രകാശ് രാജ്. കഴിഞ്ഞ ദിവസം 12:40 ആയപ്പോ തന്നെ പ്രകാശ് രാജ് പോസ്റ്റ് 12:40 ഞാനിപ്പോ ജന്തർ മന്ദിറിലുണ്ട് എന്ന് പറഞ്ഞു. കാരണം കേസ് ഇപ്പം 3-4 കേസുണ്ട്. 3-4 ഇപ്പൊ വ്യാജ വോട്ടർ ID വെച്ചിട്ട് സ്ഥലത്തുണ്ട്. കർണാടകയിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഒരുവിധം ജാമ്യം എടുത്ത് പുറത്ത് നിൽക്കുക. അതിന്റെ കൂട്ടത്തിൽ ധർമ്മസ്ഥലയിലെ കേസ് വേറെ. ധർമ്മസ്ഥലയിൽ അയാൾക്ക് പൈസ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞാണ് ആ ധർമ്മസ്ഥലയിൽ അയാളെ കൊണ്ട് ആരോപണം ഉന്നയിച്ചതെന്ന് പറഞ്ഞാൽ ഇയാളുടെ പേര് പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് പിടിച്ച് ചോദ്യം ചെയ്യും. സ്വാഭാവികമായിട്ടും അപ്പൊ ഒരു ഗുമ്മില്ല എന്ന് പറഞ്ഞ് വന്ന് കിടക്കുക പുള്ളി. അതെ, ഇവിടെ കിടക്കുന്നത് സേഫ് ആണ്. ഇതെന്താ അറിയാവോ, ഈ വാഴ നനയുമ്പോൾ ചീര നനയുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടത്. ഈ സമരവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നും വേണ്ട, ക്യാമറയും ഒരു മൈക്കുമായിട്ട് ഒരു ജേർണലിസ്റ്റ്, ഒരു മാധ്യമപ്രവർത്തകൻ വന്നു കഴിഞ്ഞാൽ ആ ക്യാമറയായിട്ട് മുഖം പതിയാൻ വേണ്ടിയിട്ട് ഇതിനിടെ ഊളിയിട്ട് കയറുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ കണ്ടതാ, കർഷക സമരത്തിനൊക്കെ കേരളത്തിൽ നിന്ന് പോയവരൊക്കെ കണ്ടതാണ് നമ്മൾ. അപ്പൊ അവിടെ പോയിട്ട് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക, ഞാൻ ഇവിടുത്തെ വലിയ സംഭവമാണെന്ന് പറയുക, അവരെ ചുറ്റിപ്പറ്റി എന്ന് പിഴിയുക, എന്തെങ്കിലുമൊക്കെ പൈസയും ഫുഡും ഒക്കെ കിട്ടും, അത് മേടിച്ച് ലാവിഷമായിട്ട് പോകുക. കാരണം പണിയെടുത്ത് ജീവിക്കുക എന്നുള്ളത് ഇവർക്ക് പറ്റില്ല. പകരം ഇങ്ങനെയൊക്കെ ഉള്ള സമരങ്ങളിൽ കയറി നുഴഞ്ഞ്, കേരളത്തിലുണ്ട് അങ്ങനെ ചില ആൾക്കാർ. എന്ത് സമരം നടത്തിയാലും ഇങ്ങനെയുള്ള കുറെ പേരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരും, അവർ ഇതിനകത്ത് കയറി ഇരിക്കും, പരിസ്ഥിതിയെ കുറിച്ച് പറയും, ലോകകാര്യങ്ങൾ പറയും, എല്ലാം പറയും. വൈകുന്നേരം പോകുമ്പോൾ വണ്ടിക്കാശും കാറിന്റെ വാടകയും വണ്ടിക്കാശും കൊടുക്കണം, ഇവരുടെ ബാറ്റയും കൊടുക്കണം. പോകും. തൊഴിലാളികളാണിത്. ഇതിനെക്കുറിച്ചൊക്കെ പണ്ട് സുകുമാർ വഴിക്കൂടെ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും പാർട്ടിയുടെ നാടകം ഇന്നത്തെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി വലിയ നാടകത്തിന് സ്കോപ്പില്ല. ഇനി ആകെ ഉള്ളത് നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെ ഇന്നും നാളെയും കൂടെ ഒരു കുറഞ്ഞ് വീരസാഹസിക കഥകളും കുറച്ച് കരയുന്ന കഥകളും വരും. മാധ്യമവും ദേശാഭിമാനിയും അടക്കമുള്ള മാധ്യമങ്ങൾ എഡിറ്റോറിയൽ എഴുതും. യുവത്വത്തെ ഞെരിച്ചടച്ചു കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു വരും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം അവർ ഉയർത്തുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ നീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നീറ്റിന്റെ പരീക്ഷ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്തു. അതിനകത്ത് ആർക്കുമില്ല. ഇവർ കൊണ്ടുവന്ന 2 പെൺകുട്ടികളെ അഭിനയിപ്പിക്കാൻ കൊണ്ടുവന്നൊക്കെ ഇവർക്ക് വലിയ ഡാമേജ് വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീറ്റ് എഴുതിക്കാൻ സമ്മതിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കല്ലും കൊണ്ട് രാവിലെ വന്ന പാർട്ടിക്ക് നമോഭാഗം, പിന്നെ എന്താണ് അവരുടെ അജണ്ടകൾ ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നത്. കാരണം ഇതൊരു വലിയ ബഹളം ഉണ്ടാക്കി. ഇനിയിപ്പോ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ വലിയ ബഹളം ഉണ്ടാക്കുക, ഇന്റർനാഷണൽ തലത്തിൽ, അന്തർദേശീയ തലത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറുക. അപ്പോഴല്ലേ പൈസ കൊടുത്തൊരു സന്തോഷം വരത്തുള്ളൂ. കലക്കി, പിള്ളേർ കലക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയാം. അതാകുക എന്നുള്ളതാണ്. അതാകുമോ എന്ന് എനിക്കറിയില്ല. കാരണം നാഷണൽ മീഡിയാസ് ഒന്നും വലിയ കാര്യത്തിലൊന്നും ഇത് എടുക്കുന്നില്ല.